ഇപ്പോൾ വരുന്ന വാർത്തയിലേക്ക്. യുവതിക്ക് എതിരായ അധിക്ഷേപ പരാമർശത്തിൽ യൂട്യൂബർ തൊപ്പി ഗാംഗിൽ ഉണ്ടായിരുന്ന മുഹമ്മദ് എന്ന മമ്മു അറസ്റ്റിലായിരിക്കുന്നു. കോഴിക്കോട്. എനിക്ക് നമ്മുടെ പഴയ കുട്ടിക്കാലം ഓർമ്മ തന്നെടാ. അന്ന് മണ്ണപ്പം ചുട്ട് കളിക്കുമ്പോഴും കള്ളനും പോലീസും കളിക്കുമ്പോഴും നമ്മൾ ഇതുപോലെ ഒന്നായിരുന്നു. ഇമ്മാതിരി ടീമിന് എന്റെ കൈ കിട്ടിയ ഞാൻ അടിക്കും, നല്ല ഇടിയിടിക്കും. സ്വദേശി നൽകിയ പരാതിയിലാണ് അറസ്റ്റ്. ലൈവ് സ്ട്രീമിംഗിൽ യുവതിക്ക് എതിരെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് കേസ്. മിസ്റ്റർ ദിഗംബരൻ, തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. പക്ഷേ ഇനിയെങ്കിലും എല്ലാരെയും കൊണ്ട് അതും ഇതും പറയിക്കാതെ ഒരു നല്ല രീതിക്ക് ജീവിച്ചൂടെ? ഞാനേ കൂതറയാ, വെറും കൂതറ ആണല്ലേ? നിന്നെ ആദ്യം കണ്ടപ്പോ തന്നെ എനിക്ക് മനസ്സിലായതാ നീ വെറും കൂതറയല്ല, ലോക കൂതറയാണ്. കൂട്ടം ആളുകൾ രംഗത്ത് വന്നിരുന്നു. മമ്മു എന്ന വിളിപ്പേരുള്ള ഇപ്പോൾ നിലവിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്ന മുഹമ്മദ് എന്ന വ്യക്തി ഉൾപ്പെടെ നേരത്തെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ലഹരി ഉപയോഗിക്കുന്നുണ്ട്, മറ്റു പലതരത്തിലുള്ള ഇടപാടുകൾ തൊപ്പി നടത്തുന്നുണ്ട് എന്നുള്ളതായിരുന്നു ചൂണ്ടിക്കാണിച്ചിരുന്നത്. അതിനിടയിൽ ഒരു യൂട്യൂബ് ഇനി നീ നോക്കിയോ, ഞാൻ ഇവിടെ പുറത്തു പോകുമ്പോ പുതിയൊരു മനുഷ്യനാവും. സിഗരറ്റ് വലിയില്ല, വെള്ളമടിയില്ല, ഒന്നും. ഇപ്പൊ ഇനി മുതൽ ഫുൾ കഞ്ചാവ്. മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ഒരു അധിക്ഷേപ പരാമർശം കോഴിക്കോട് സ്വദേശിനിക്കെതിരെ നൽകിയിരുന്നു. ആ കോഴിക്കോട് സ്വദേശിനി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മഞ്ചേരി പോലീസ് ഈ തൊപ്പി ഗാംഗിലെ മുഹമ്മദ് എന്ന മമ്മുവിനെ മഞ്ചേരി അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മഞ്ചേരിയിൽ വെച്ച് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വരണം മിസ്റ്റർ, വേഷം ഒന്ന് മാറിക്കോട്ടെ. നമ്മൾ രണ്ടും കൂടെ എന്റെ അമ്മാന്റെ മോടെ കല്യാണത്തിനൊന്നും പോവില്ല. ഇപ്പോട്ടിരിക്കുന്ന വേഷം തന്നെ ധാരാളം. ലൈവ് സ്ട്രീമിൽ യുവതിയെ അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് ഈ എഫ്ഐആറിൽ ചൂണ്ടിക്കാണിക്കുന്നത്. ഗായകനായ എനിക്ക് സ്ത്രീകളിലെ മാത്രമല്ല താല്പര്യം, എന്റെ ഈ കൈ കൊണ്ട് ആരിലും ലഹരി പടർത്താൻ എനിക്ക് കഴിയും. ഐ എം എ ബൈസെക്ഷൽ, യു നോ. ഹനാൻ ഷായുടെ സുഹൃത്തിന്റെ ഭാര്യയെ ലൈവ് സ്ട്രീമിൽ ഇയാൾ അപമാനിക്കുകയായിരുന്നു. അന്ന് അതിനെതിരെ ഇത് നിനക്കുള്ള അടിയല്ല, നിന്റെ അച്ഛനുള്ള അടിയാ. ഇമാരി ഉരുപ്പടിനൊക്കെ ഭൂമിയിലോട്ട് ഇറക്കുന്നതിന് കേട്ടോ.